പണ്ട് പണ്ട് കേരളം എന്ന മഹാരാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവ്. ഈ രാജാവിന്റെ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവ് ചെയ്യുന്ന ഒരു വൃത്തികേടുകളും പ്രജകൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. പ്രജകൾ ചൂണ്ടിക്കാണിച്ചാൽ പ്രജകളെ അടിച്ചമർത്തുന്ന ഒരു സമ്പ്രദായമാണ് ഈ രാജാവിന് ഉണ്ടായിരുന്നത്. ഈ രാജാവ് ചെയ്യുന്ന ഏത് വൃത്തികേടുകളും ഈ രാജാവിന്റെ സദസ്സിലുള്ളവരും ഭടന്മാരും ഈ കൂട്ടങ്ങള് ഈ രാജാവിനെ എപ്പോഴും പുകഴ്ത്തി പറഞ്ഞോളണം. ഇതിങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ പൊക്കി കൊണ്ടുനടന്നോളണം. ഇതാണ് ഈ രാജാവിന്റെ ഒരു രീതി. രാജാവിന് പ്രജകളോട് വലിയ താല്പര്യമൊന്നുമില്ല. ഈ രാജ്യം വളർത്തണം എന്നൊന്നും രാജാവിന് ആഗ്രഹമില്ല. രാജാവിന് സ്വന്തം വളരണം, ഈ ഒരു ചിന്ത മാത്രമാണ് ഈ രാജാവിനുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, രാജഭരണമൊക്കെ എപ്പോഴെങ്കിലും പോവാലോ. അപ്പൊ അതുകൊണ്ട് രാജാവ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് രാജാവ് മാത്രം എങ്ങനെ സമ്പന്നനാവാം എന്നായിരുന്നു ഈ രാജാവിന്റെ ചിന്ത മൊത്തം. അങ്ങനെ ഇരിക്കെ ഈ രാജാവിന്റെ ഭരണത്തിൽ പൊറുതിവിട്ട് ജനങ്ങൾ, ഈ രാജാവ് രഥത്തിൽ പുറത്തിറങ്ങുകയും ആ രഥത്തിന് അകമ്പടിയായി കുറെ കുതിരക്കാരും കൂടെ ഉണ്ടാവും. ഈ സമയത്ത് ജനങ്ങൾ കൊടികൾ പൊക്കി കാണിക്കാൻ തുടങ്ങി. ഈ കൊടികൾ പൊക്കി കാണിക്കുന്നത് ഈ രാജാവിന് ഇഷ്ടമല്ല. രാജഭരണം മോശമാണെന്നാണ് ഈ കൊടികളുടെ അർത്ഥം. അത് ഈ രാജാവിന് അറിയാം. ഈ രാജാവിന്റെ കൂടെയുള്ള കുതിരപ്പുറത്ത് വരുന്ന അംഗരക്ഷകര് കുതിരയിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. സാധാരണക്കാരായ ഭൃത്യരെ അടിച്ചമർത്തുന്നു. ഇതായിരുന്നു ഈ രാജാവിന്റെ ഒരു രീതി. രാജാവ് ഇങ്ങനെ അടിച്ചമർത്തലുകളും രാജാവിന്റെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും രാജാവിന്റെ ആ പവറും അംഗരക്ഷകരും അതേപോലെ തന്നെ ആ രാജസഭയിലുള്ള എല്ലാവരും വെച്ച് രാജാവ് ചെയ്തുകൊണ്ടിരുന്നു. രാജാവ് നാശത്തിലേക്ക് പോകുന്നത് രാജാവ് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന വൃദ്ധരായ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് ഒരിക്കൽ ഈ രാജാവിനെ ആക്രമിക്കുകയും ഈ രാജഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ആ ധാർഷ്ട്യക്കാരനായ രാജാവ്, രാജഭരണം നഷ്ടപ്പെട്ട രാജാവ്, ഈ രാജാവിന് എല്ലാ കുനിഷ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഈ രാജാവിന്റെ കട്ടപ്പയായിരുന്ന സേനാപതി, ഈ സേനാപതിയാണ് ഈ രാജാവിന് വേണ്ടുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഈ കട്ടപ്പ തന്നെ ഈ രാജാവിന് വേണ്ടി വൃത്തിരായ ജനങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. പുതിയ രാജാവ് വന്നപ്പോൾ ഈ കട്ടപ്പയെ, പുതിയ രാജാവ് ഭരിക്കാൻ വന്നപ്പോൾ ആ രാജാവിന്റെ കൂടെ നിന്നിരുന്ന വൃത്തിരെ കൂടി ഈ രാജഭരണത്തിൽ ഉൾപ്പെടുത്തുകയും അതേപോലെ തന്നെ പുതിയ രാജാവ് പഴയ സേനാപതിയായിരുന്ന കട്ടപ്പയെ കട്ടപ്പുറത്ത് കയറ്റിയിരുത്തുകയും അതേപോലെ തന്നെ അയാൾക്ക് വേണ്ടുന്ന ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. ഇനി ഏവരും കാത്തിരിക്കുന്നത് ഈ ധാർഷ്ട്യക്കാരനായ മുൻ രാജാവിന് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വൃത്തിരായ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കേരള മഹാരാജ്യത്തിന്റെ ഇന്റലിജൻസ്, അതേപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ED, ഈ ധാർഷ്ട്യക്കാരനായ മുൻ രാജാവിനെ ഈ പറഞ്ഞവരെല്ലാം വട്ടം ചേർന്ന് ഇപ്പൊ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ ധാർഷ്ട്യക്കാരനായ രാജാവ് ഇപ്പോൾ എങ്ങനെ ഓടി ഒളിക്കാം, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു മാർഗം തേടിയാണ് ഇപ്പൊ നമ്മുടെ മുൻ രാജാവ് നടക്കുന്നത്. അന്ന് ഈ ധാർഷ്ട്യക്കാരനായ രാജാവിന്റെ കൂടെ വിശ്വസ്തനാണെന്ന് രാജാവ് വിശ്വസിച്ചിരുന്ന പലവരും തന്നെ ഇന്ന് ആ രാജാവിന്റെ കൂടെ ഇല്ല. ഇന്ന് ആ രാജാവിന്റെ അടുത്ത് നിന്ന് മാറി പുതിയതായി വന്ന രാജാവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് മുൻപ് ഇരുന്ന ധാർഷ്ട്യക്കാരനായ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വസ്തര്. ധാർഷ്ട്യക്കാരനായ ആ രാജാവിന്റെ കാലത്തുണ്ടായിരുന്ന കളവ്, ചതി, വഞ്ചന ഇവയെല്ലാം ഇനി വരും കാലങ്ങളിൽ പുറത്തേക്ക് വരും. മുൻ രാജാവ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും തകർന്നടിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ മുൻ രാജാവിന് മാത്രം മനസ്സിലായിട്ടില്ല. ഇനിയും ഇതേപോലുള്ള രാജാക്കന്മാർ വന്നു പോകും. പുതിയതായിട്ട് വരുന്ന രാജാക്കന്മാർ ഇനി പുതിയതായി എന്തെങ്കിലും ചെയ്യും, അല്ലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. നല്ലൊരു രാജാവ് ഇനി ജനങ്ങൾക്കിടയിൽ നിന്ന് കയറി വരും. അന്ന് നമ്മുടെ അയൽ രാജ്യം രക്ഷപ്പെട്ടതുപോലെ നമ്മുടെ കേരളം എന്ന മഹാരാജ്യവും രക്ഷപ്പെടും.